ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നാഷണൽ അവാർഡുകൾ ഏറ്റവും കൂടുതൽ നേടിയ നടൻ ആരാണ് മലയാളത്തിൽ ഇന്ത്യൻ ആക്ടേഴ്സിലും ഏറ്റവും കൂടുതൽ തവണ നേടിയത് മമ്മൂട്ടി തന്നെ ആയിരിക്കും. 3 നാഷണൽ അവാർഡ് മമ്മൂട്ടിക്കുണ്ട്. 4 നേടിയ കമലഹാസൻ 4 നേടിയില്ല, 3 ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം എന്തായാലും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് നേടിയ നടൻ എന്ന് പറയുന്നത്, അതായത് മികച്ച നടൻ എന്ന് പറയുന്നത് മമ്മൂട്ടിയാണെന്നുള്ള കാര്യത്തിൽ മോഹൻലാൽ ഫാൻസിനും അധികം തർക്കിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി ഇതിനകത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ മലയാളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും നോമിനേറ്റ് ചെയ്യപ്പെട്ട നാഷണൽ അവാർഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ട നടന്മാരുടെ ലിസ്റ്റിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മമ്മൂട്ടിയാണ്. കാരണം പുള്ളിയുടെ പേര് 30 മുകളിൽ തവണ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് 3 പ്രാവശ്യം മാത്രമാണ് മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത്. ഇപ്പം ചിലർ പറയുന്നുണ്ട് ജൂറി അംഗങ്ങളുടെ കഴിവ് കൊണ്ടാണ് മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നതെന്ന്. അവൻ്റെ അടുത്തൊന്നും പറയാനില്ല. അവ ഇവിടെ നിർത്തിയിട്ട് പൊയ്ക്കോ, പോ 30-30 തവണ ചെയ്തിട്ട് 3 പ്രാവശ്യമാണ് മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിക്ക് 20 പ്രാവശ്യത്തിൽ കൂടുതൽ നാഷണൽ അവാർഡ് കിട്ടേണ്ട കാലം കഴിഞ്ഞിറങ്ങി, ജൂറി അംഗങ്ങളുടെ കഴിവ് കൊണ്ട് കിട്ടണമെങ്കിൽ. പിന്നെ ഇതിനകത്ത് ഓരോ പ്രാവശ്യവും മമ്മൂട്ടിയുടെ സിനിമ റിജക്റ്റ് ചെയ്ത് വിടുവാൻ വേണ്ടി ജൂറി അംഗങ്ങൾക്ക് ഓരോ കാരണങ്ങളുണ്ടായിരുന്നു. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിനകത്തൊരു സിനിമ നാഷണൽ അവാർഡിന് വേണ്ടി വിട്ടപ്പോൾ ജൂറി അംഗങ്ങൾ പറഞ്ഞ കാര്യം, റിജക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. അമരം എന്ന് പറയുന്ന സിനിമയിൽ അച്ചൂട്ടി എന്ന കഥാപാത്രത്തിൻ്റെ അഭിനയ വൈഭവത്തിന് നാഷണൽ അവാർഡിന് വേണ്ടി അയക്കുകയുണ്ടായി. അത് അവസാന റൗണ്ട് വരെ എത്തി. അവസാന റൗണ്ടിൽ മമ്മൂട്ടി റിജക്റ്റ് ചെയ്യാൻ വേണ്ടി ജൂറി അംഗങ്ങൾ പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ചാൽ, അരേന് സൗന്ദര്യം കൂടിപ്പോയി. അതാണ് റീസൺ എന്ന് വെച്ചാൽ, ഒരു കടലിൽ ജോലി ചെയ്യുന്ന ആളിന് ഉണ്ടാവേണ്ട സൗന്ദര്യത്തിലും അധികം ഇതിൽ മമ്മൂട്ടിക്കുണ്ട്. അതുകൊണ്ട് നാഷണൽ അവാർഡ് റിജക്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രാവശ്യം പോലും മമ്മൂട്ടിയുടെ നാഷണൽ അവാർഡ് റിജക്റ്റ് ചെയ്തത്. അപ്പം എന്തൊക്കെ റീസണാണ് നിങ്ങൾ നോക്കണം, കൊടുക്കാതിരിക്കുവാൻ വേണ്ടി. അപ്പോൾ എന്നിട്ടാണ് ഇവർ പറയുന്നത് ജൂറി അംഗങ്ങളിൽ കളി കാരണമാണ് മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടിയതെന്ന്. അപ്പം അങ്ങനെയൊക്കെ പല റീസൺ. സ്വന്തം സൗന്ദര്യം തന്നെ തനിക്ക് ശാപമാകുന്നു എന്ന് മറ്റേ ബിന്ദു പണിക്കർ പറയുന്നത് പോലെ സൗന്ദര്യം പോലും ശാപമായ നടൻ. നമ്മളിപ്പം അമരോ സിനിമ കണ്ടതാണ്. അതിൽ എത്ര സൗന്ദര്യത്തിന് വേണ്ടിയാണ് മേക്കപ്പ് ചെയ്തിട്ടില്ല, ഇത് സൗന്ദര്യം കുറയ്ക്കുവാനുള്ള മേക്കപ്പാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പോലും നാഷണൽ അവാർഡ് കൊടുക്കുന്നില്ല, കാരണം സൗന്ദര്യം കൂടിപ്പോയി. അപ്പം ഇപ്പം മോഹൻലാൽ ഫാൻസ് പറയും മറ്റേ കിരീടവും വടക്കൻ വീരഗാഥയും കൂടെ മത്സരിച്ചപ്പം കിരീടത്തിനാണ് കൊടുക്കേണ്ടിയിരുന്നത്, വടക്കൻ വീരഗാഥയ്ക്ക് കൊടുത്തു. അത് ജൂറി അംഗമായ ആളുടെ പേര് ഞാൻ പറയുന്നില്ല, പുള്ളി കളിച്ച കളിയാണ് എന്നാണ് മോഹൻലാൽ ഫാൻസ് ഇപ്പോഴും അവകാശപ്പെടുന്നത്. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഇവർ പറയുന്ന സിനിമ ഏതാണ്? കിരീടം എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ അഭിനയത്തിന് ഒരു കുറ്റവും പറയാനില്ല. ഇത് മോഹൻലാൽ സ്ഥിരം ചെയ്യുന്ന കഥാപാത്രങ്ങളാണ്. ഇതിനകത്ത് ഒരു അവസാന ഒരു ക്ലൈമാക്സിൻ്റെ കുറച്ച് സമയങ്ങളിൽ ഇത്തിരി ഒരു ഇതുണ്ട് എന്ന് വെച്ചാൽ, അതിനകത്ത് കുറച്ച് അഭിനയ പ്രാധാന്യമുള്ള സമയങ്ങളുണ്ട്. അതിനകത്ത് ഈ അച്ഛനെ അടിക്കുന്ന സമയത്ത് മോൻ എതിർക്കുന്നതും, അതിൻ്റെ കൂടെ അതിൽ നിന്ന് സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുന്നതും ഗുണ്ടയായി മാറുന്നതും കുറച്ച് നല്ല അഭിനയ മുഹൂർത്തമുള്ള കാര്യങ്ങളാണ്. സിനിമ തന്നെയാണ് കിരീടം. പക്ഷേ വടക്കൻ വീരഗാഥയ്ക്ക് അവാർഡ് കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യം പോലും ഇല്ല. അതിലെ മമ്മൂട്ടിയുടെ അഭിനയം എന്താണെന്നും മമ്മൂട്ടി ചന്തുവായിട്ട് ജീവിച്ചതാണെന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷെ അത് മോഹൻലാൽ ഫാൻസ് ഒരിക്കലും സമ്മതിച്ചു തരൂല. ഈ ചന്തു എന്ന് പറയുന്ന ക്യാരക്ടർ മോഹൻലാൽ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്കണം. അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. മമ്മൂട്ടി എന്ന് പറയുന്ന നടന് കിട്ടേണ്ട റോൾ അല്ലെങ്കിൽ കിട്ടിയ റോള് മോഹൻലാൽ ചെയ്തിരുന്നുവെങ്കിൽ, ചന്തു എന്ന് പറയുന്ന ക്യാരക്ടർ ആലോചിച്ച് നോക്കണം നിങ്ങൾ. ആ വർഷത്തെ ഏറ്റവും വലിയ കൊമേഡിയനുള്ള അവാർഡ് മോഹൻലാലിനും ഏറ്റവും വലിയ കോമഡി സിനിമയ്ക്കുള്ള അവാർഡ് വടക്കൻ വീരഗാഥയ്ക്കും കിട്ടിയാൽ ആ ലെവലിലെത്തുമായിരുന്നു വടക്കൻ വീരഗാഥ. അപ്പം ഇനിയെങ്കിലും നിങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ മോഹൻലാലിനെ ഒന്ന് മുമ്പന്തിയിലോട്ട്, 2025 ഇനി തുടരുമെന്ന് പറഞ്ഞ സിനിമയിലൂടെ ഈ
നേരത്തെ ഉണ്ടായിരുന്നത് തുടരും എന്നാണോ അതോ പണ്ടത്തെ വർഷങ്ങളിലുള്ള ഹിറ്റുകൾ തുടരുമെന്നാണോ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് 30-ാം തീയതി അറിയാം തുടരും സിനിമയിലൂടെ. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ വിഷയത്തിനെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടാനുണ്ടെങ്കിൽ മാന്യമായിട്ടുള്ള ഭാഷയിലിടാം. ഓക്കെ, ശരി, നന്ദി, നമസ്കാരം.